നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരം. സർവീസ് റോഡിന്റെ വീതി കൂട്ടി ആശ്വാസത്തിൽ യാത്രക്കാർ. പറപ്പൂക്കര വിശുദ്ധ ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ ആഘോഷിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റിയെ പൂട്ടിയിട്ട ശേഷം യുവാവ് AC-ക്ക് തീയിട്ടു. കാൽനട യാത്രക്കാർക്കൊടുവിൽ ആശ്വാസം. മുപ്ലിയം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പൊതുമരാമത്ത് റോഡിലെ മാഞ്ഞ സീബ്ര ലൈനുകൾ വീണ്ടും അടയാളപ്പെടുത്തി. വർഗീയതയ്ക്കെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടകര ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥ പ്രയാണം ആരംഭിച്ചു. കൊടകര മേഖലയിലെ സാമൂഹിക സാംസ്കാരിക കാർഷിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന PV പത്മനാഭന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരം. സർവീസ് റോഡിന്റെ വീതി കൂട്ടി ആശ്വാസത്തിൽ യാത്രക്കാർ. അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത ആമ്പല്ലൂരിൽ ചാലക്കുടി ഭാഗത്തേക്കുള്ള യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കാനാണ് സർവീസ് റോഡിന്റെ വീതി കൂട്ടിയത്. അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് സർവീസ് റോഡിന്റെ വീതി കുറവ് വൻ ഗതാഗത കുരുക്കാണ് ഉണ്ടാക്കിയിരുന്നത്. സ്ഥിരമായി ഗതാഗത കുരുക്കിലായതോടെ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു യാത്രക്കാർ. ആമ്പല്ലൂരിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും പൊളിച്ചു നീക്കി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുവാൻ RTO, പോലീസ്, NHAI നിർദ്ദേശം നൽകിയിരുന്നു. യു-ടേണിലേക്കുള്ള പ്രവേശനവും വെള്ളിയാഴ്ച രാവിലെ മുതൽ സുഗമമാക്കി. ജംഗ്ഷൻ മുതൽ പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ഭാഗം വരെ സർവീസ് റോഡ് ഉയരം കൂട്ടി ടാർ ചെയ്തു. ടാർ ചെയ്ത ഭാഗം ഉറയ്ക്കുന്നതുവരെ സർവീസ് റോഡിലൂടെ ഗതാഗതം താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. അടിപ്പാതയോട് ചേർന്ന് തന്നെ ദേശീയപാതയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഇതിനായി കഴിഞ്ഞ ദിവസം സർവീസ് റോഡ് വീതി കുറച്ച് അപ്രോച്ച് റോഡിന്റെ അടിത്തറയ്ക്കായി എടുത്ത കുഴികൾ മൂടി. ഇതോടെ യു-ടേണും സുഗമമായി. വെള്ളിയാഴ്ച രാവിലെ മുതൽ ആമ്പല്ലൂരിൽ ഗതാഗത കുരുക്കില്ല. പറപ്പൂക്കര വിശുദ്ധ ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡയസ് ആന്റണി വലിയ മരത്തുങ്കൽ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം എന്നിവയുണ്ടായി. വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽബിൻ പുതുശ്ശേരി, ജനറൽ കൺവീനർ സൈമൺ ജോൺ പുതുപ്പള്ളിപ്പറമ്പിൽ, ട്രസ്റ്റിമാരായ ജോസ് തട്ടിൽ ജോസ് തെക്കേത്തല, സെക്രട്ടറി റെജിൻ പാലത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. മെയ് 23-ന് 8-ാമിടവും ഊട്ടുതിരുനാളും ആഘോഷിക്കും. തൃശൂർ മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റിയെ പൂട്ടിയിട്ട ശേഷം യുവാവ് AC-ക്ക് തീയിട്ടു. സർജൻസ് കോൺഫറൻസ് നടക്കാനിരിക്കുന്ന അലൂമിനി ഹാളിനു സമീപം വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അക്രമം. കോൺഫറൻസിനായി വ്യാഴാഴ്ച രാത്രിയിൽ എത്തിച്ച് ഫിറ്റ് ചെയ്ത AC-ക്കും അനുബന്ധ കേബിളുകൾക്കുമാണ് യുവാവ് തീയിട്ടത്. രാവിലെ ചുറ്റികയുമായി എത്തിയ യുവാവ് ഹാളിന്റെ വാതിൽ, ജനൽ ചില്ലുകൾ ഉൾപ്പെടെ തകർത്തു. തുടർന്ന് സെക്യൂരിറ്റിക്കാരനെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം സമീപത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ കത്തിച്ച് AC-ക്ക് തീയിടുകയായിരുന്നു. ഇയാൾ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണെന്നാണ് സൂചന. കാൽനട യാത്രക്കാർക്കൊടുവിൽ ആശ്വാസം. മുപ്ലിയം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പൊതുമരാമത്ത് റോഡിലെ മാഞ്ഞ സീബ്ര ലൈനുകൾ വീണ്ടും അടയാളപ്പെടുത്താൻ വൈകിയാണെങ്കിലും അധികൃതർ തയ്യാറായി. മാസങ്ങളായി ഈ റോഡിലെ സീബ്ര ലൈൻ മാഞ്ഞുപോയിട്ട് റോഡ് മുറിച്ചു കടക്കാൻ കാൽനട യാത്രക്കാർ ബുദ്ധിമുട്ടുന്നത് സംബന്ധിച്ച് NCTV വാർത്ത നൽകിയിരുന്നു. 2024 ഡിസംബറിൽ കരുതലും താങ്ങും അദാലത്തിൽ പരാതി കൊടുത്തിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥ് പറഞ്ഞു. റോഡ് നവീകരിക്കാൻ പോവുകയാണെന്ന കാരണം പറഞ്ഞാണ് മാഞ്ഞ സീബ്ര ലൈനുകൾ വീണ്ടും വരയ്ക്കുന്നത്. അനന്തമായി നീണ്ടുപോകാൻ കാരണമെന്ന് KG രവീന്ദ്രനാഥ് ആരോപിച്ചു. തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. നിരന്തര പരാതിയെ തുടർന്നാണ് നടപടി. നിരവധി വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന വഴിയായതിനാൽ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ അധികൃതർ നടപടി സ്വീകരിച്ച ആശ്വാസത്തിലാണ് നാട്ടുകാർ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പുതുക്കാട് മണ്ഡലം തല സംഘാടക സമിതി രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്
KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK അനൂപ്, TS ബൈജു, കലാപ്രിയ സുരേഷ്, N മനോജ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MR രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്രയും എന്റെ കേരളം പ്രദർശന വിപണനമേളയും മെയ് 18 മുതൽ 24 വരെ സംഘടിപ്പിക്കും. മെയ് 18-ന് ഉച്ചതിരിഞ്ഞ് 3:30-ന് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് വാർഷികാഘോഷങ്ങൾ ആരംഭിക്കുന്നത്. വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടകര ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രചരണ കാൽനട ജാഥ പ്രയാണം ആരംഭിച്ചു. ജാഥ ക്യാപ്റ്റൻ സരിത രാജേഷിന് പതാക കൈമാറി. കോടാലിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR വിജയ ഉദ്ഘാടനം ചെയ്തു. അശ്വതി ബിബി അധ്യക്ഷയായി. ജാഥ ക്യാപ്റ്റൻ സരിത രാജേഷ്, വൈസ് ക്യാപ്റ്റൻ അമ്പിളി സോമൻ, PC ഉമേഷ്, PK രാജൻ, ആശ ഉണ്ണികൃഷ്ണൻ, സുനിത ബാലൻ, ടെസി ഫ്രാൻസിസ്, ചിത്ര സുരാജ് എന്നിവർ പ്രസംഗിച്ചു. വെള്ളിയാഴ്ച അവിട്ടപ്പള്ളി, വാസുപുരം, കൊടകര ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ജാഥ കൊടകര പുത്തൂക്കാവ് സമാപിച്ചു. കൊടകര മേഖലയിലെ സാമൂഹിക, സാംസ്കാരിക, കാർഷിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന PV പത്മനാഭന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കോടാലിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. വെള്ളിക്കുളങ്ങര സഹകരണ ബാങ്ക് പ്രസിഡന്റ് IR ബാലകൃഷ്ണൻ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി KV രാമകൃഷ്ണൻ, PS സുരേന്ദ്രൻ, MK ബാബു, K പ്രസാദ്, PS പ്രശാന്ത്, VK കാസിം, ലോനപ്പൻ കടമ്പോട്, P തങ്കം, A സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KS SPU, മറ്റത്തൂർ യൂണിറ്റ് സെക്രട്ടറി, പാടശേഖര സമിതി പ്രസിഡന്റ്, ഫോട്ടോഗ്രാഫർ, ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളായിരുന്നു മറ്റത്തൂർക്കുന്ന് സ്വദേശി PV പത്മനാഭൻ. വെള്ളിക്കുളങ്ങര തിരുക്കുടുംബ പള്ളിയിലെ ഇടവക മധ്യസ്ഥരായ പരിശുദ്ധ തിരുക്കുടുംബത്തിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. 3 മുറി വിശുദ്ധ സ്നാപക യോഹന്നാൻ പള്ളി വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ കൊടിയേറ്റം നിർവഹിച്ചു. പ്രസുദ്ധേന്തി വാഴ്ച, ദിവ്യബലി, സന്ദേശം, സമർപ്പണം, ലതീഞ്ഞ്, നൊവേന എന്നിവയുണ്ടായി. വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ, ജനറൽ കൺവീനർ ഔസേപ്പച്ചൻ കുളത്തിനാൽ, കൈക്കാരന്മാരായ യാക്കോബ് കാവുങ്ങൽ, ജോസഫ് കളമ്പാടൻ, ജെയ്സൺ മഞ്ഞാങ്ങ, കേന്ദ്രസമിതി പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 25-നാണ് ഊട്ടുതിരുനാൾ. ജനകീയ സംരക്ഷണ സമിതി കലവറക്കുന്ന് യൂണിറ്റ് രൂപീകരിച്ചു. ചടങ്ങിൽ ജനകീയ സംരക്ഷണ സമിതി വരന്തരപ്പള്ളി മേഖലാ ട്രഷറർ ദേവദാസ് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് സന്തോഷ് ഇരിങ്ങാലക്കുടക്കാരൻ, മേഖലാ പ്രസിഡന്റ് തൂയത്ത് ശിവദാസൻ, മറ്റു ഭാരവാഹികളായ ഷിഹാബ് കറുമണ്ണിൽ, KY മുഹമ്മദ്, സുരേഷ്, ഷിൻഡോ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഷിൻഡോ, വൈസ് പ്രസിഡന്റ് ശിവദാസൻ, സെക്രട്ടറി ഷൺമുഖൻ, ജോയിന്റ് സെക്രട്ടറി വിനോദ്, ട്രഷറർ AK സുഗു, കമ്മിറ്റി അംഗങ്ങളായി സുനിൽ തൂയത്ത്, ദീപക്, വൈശാഖ് പാറപ്പുറം, ദിവാകരൻ തെക്കൂട്ട് എന്നിവരെ തിരഞ്ഞെടുത്തു. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A1 നേടി പറപ്പൂക്കര സ്വദേശിനിയായ വിദ്യാർത്ഥിനി മൈഥിലി മേനോൻ. പറപ്പൂക്കര പഞ്ചായത്തിലെ 5ാം വാർഡിൽ താമസിക്കുന്ന വാഴപ്പിള്ളി ബിജു, രശ്മി ദമ്പതികളുടെ മകളാണ് മൈഥിലി. 500-ൽ 497 മാർക്ക് നേടിയാണ് മൈഥിലി ഉന്നത വിജയം കരസ്ഥമാക്കിയത്. ചാലക്കുടി CKMNS സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ മഹായജ്ഞം 4ാം ദിവസം പിന്നിട്ടു. വിഷ്ണു സഹസ്രനാമ പാരായണം, സമൂഹ പ്രാർത്ഥന, തുടർന്ന് ഭാഗവത സപ്താഹ പാരായണത്തിൽ ഗജേന്ദ്രമോക്ഷം, പാലാഴി മഥനം, കൂർമാവതാരം, വാമനാവതാരം, മത്സ്യാവതാരം, അംബരീക്ഷ ചരിതം, ശ്രീരാമാവതാരം, പരശുരാമാവതാരം, ശ്രീകൃഷ്ണ അവതാരം, കഥാപ്രവചനങ്ങളും പാരായണം ചെയ്തു. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിലെ 1985 SSLC ബാച്ചിന്റെ കുടുംബസംഗമവും വാർഷിക പൊതുയോഗവും ഞായറാഴ്ച രാവിലെ 9-ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. രാവിലെ 11-ന് നടക്കുന്ന സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക KS ഉദയ്ക്കുള്ള യാത്രയയപ്പും ദേശീയ തലത്തിൽ സ്വർണ്ണ മെഡൽ ജേതാക്കളായ 6 വിദ്യാർത്ഥികളെയും SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും ചടങ്ങിൽ നടക്കും. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകും. തിങ്കളാഴ്ച രാവിലെ 9:30-ന് പുതുക്കാട് സെന്ററിലാണ് പരിപാടി നടക്കുന്നത്.
NH അൻവർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ സമർപ്പിക്കുന്ന ആംബുലൻസിന്റെ സമർപ്പണം ശനിയാഴ്ച വൈകിട്ട് 4 നടക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, NH അൻവർ ട്രസ്റ്റ്, കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കേരള വിഷൻ ഡിജിറ്റൽ TV എന്നിവയുടെ സഹകരണത്തോടെയാണ് ആംബുലൻസ് നൽകുന്നത്. മന്ത്രി R. ബിന്ദു ആംബുലൻസ് സമർപ്പണം നടത്തും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. സംസ്ഥാനത്ത് ഒരു ദിവസത്തെ ഇടവേളയ്ക്കു ശേഷം സ്വർണ്ണവില ഉയർന്നു. പവന് 880 രൂപയാണ് കൂടിയത്. ഇതോടെ ഒരു മാസത്തിനു ശേഷം സ്വർണ്ണവില 69,000-ന് മുകളിലെത്തി. വെള്ളിയാഴ്ച 1 പവൻ സ്വർണത്തിന്റെ വില 69,760 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 110 രൂപ കൂടി 8,720 രൂപയുമായി. വ്യാഴാഴ്ച പവന് 1,560 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലായിരുന്നു വ്യാഴാഴ്ചത്തെ സ്വർണ്ണവില. വെള്ളിയുടെ വിലയും ഉയർന്നിട്ടുണ്ട്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 108 രൂപയാണ്. ഇനി ഇൻഫോടോക്കിലേക്ക്. പൊരിവെയിലത്ത് ഉഷ്ണിച്ച് തളർന്ന് അല്ലെങ്കിൽ നന്നായി ശാരീരിക അധ്വാനം ചെയ്ത് വിയർത്ത് കുഴഞ്ഞു വന്ന് തണുത്ത ഒരു ഗ്ലാസ് സംഭാരം കുടിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് തന്നെ ദാഹം മാറി ഉന്മേഷം ലഭിക്കാൻ സംഭാരം സഹായിക്കും. ഇത് മാത്രമല്ല, സംഭാരത്തിന് വേറെയും ഗുണങ്ങളുണ്ട്. റിപ്പോർട്ട് കാണാം. പാല് കുടിക്കുന്നതിലും ആരോഗ്യപ്രദമാണ് വെണ്ണ നീക്കിയ സംഭാരം ഉപയോഗിക്കുന്നത്. ഇതിൽ കൊഴുപ്പ് കുറവായതിനാലും ഫെർമെന്റേഷൻ നടക്കുന്നതിനാലും ഗുണം വർദ്ധിക്കുകയാണ്. ഫ്രീ റാഡിക്കൽ കൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കാൻ ധാരാളം ആന്റി ഓക്സൈഡുകൾ അടങ്ങിയ സംഭാരം കുടിക്കുന്നത് ഉത്തമമാണ്. പാൽ പുളിപ്പിക്കുന്നതിലൂടെ ഉണ്ടാക്കപ്പെടുന്ന മോര് കുടലിലെ നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കുകയും അതുവഴി ദഹനം കുറച്ചുകൂടി എളുപ്പമാക്കുകയും ചെയ്യുന്നു. ധാരാളം ജലാംശവും പൊട്ടാസ്യവും ഇലക്ട്രോലൈറ്റുകളും അടങ്ങിയ സംഭാരം തളർച്ച മാറ്റി കൂടുതൽ ഊർജ്ജസ്വലരാക്കുന്നു. സംഭാരത്തിൽ കാൽസ്യവും വൈറ്റമിൻ ഡിയും ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുന്നു. കുറഞ്ഞ കലോറി മൂല്യവും ഉയർന്ന അളവിൽ പൊട്ടാസ്യവുമുള്ള സംഭാരം ദിവസവും കുടിക്കുന്നത് വിശപ്പ് നിയന്ത്രിച്ച് അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥ. കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന നൈപുണ്യ വികസന കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി മെയ് 24 വരെ നീട്ടി. ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ, ജൂനിയർ ടെലികോം ഡാറ്റ അനലിസ്റ്റ് എന്നീ കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായ 15നും 23നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. സംവരണ വിഭാഗത്തിന് ഉയർന്ന പ്രായപരിധിയിൽ ഇളവുകളുണ്ട്. കോഴ്സ് ഫീസ് തികച്ചും സൗജന്യമാണ്. ക്ലാസുകൾ പൊതു അവധി ദിവസം മാത്രമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9061212224. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSKയുടെ നേതൃത്വത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിക്കുകയാണ്. മെയ് മാസം 2ാം വാരത്തോടുകൂടി അവിടെ വിവിധ കോഴ്സുകളിലേക്കുള്ള പരിശീലനം ആരംഭിക്കുന്നു. ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരം. സർവീസ് റോഡിന്റെ വീതി കൂട്ടി ആശ്വാസത്തിൽ യാത്രക്കാർ. പാർപ്പൂക്കര വിശുദ്ധ ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ ആഘോഷിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റിയെ പൂട്ടിയിട്ട ശേഷം യുവാവ് AC-ക്ക് തീയിട്ടു. കാൽനട യാത്രക്കാർക്കൊടുവിൽ ആശ്വാസം. മുപ്ലിയം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പൊതുമരാമത്ത് റോഡിലെ മാഞ്ഞ സീബ്ര ലൈനുകൾ വീണ്ടും അടയാളപ്പെടുത്തി. വർഗീയതയ്ക്കെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടകര ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥ പ്രയാണം ആരംഭിച്ചു. കൊടകര മേഖലയിലെ സാമൂഹിക സാംസ്കാരിക കാർഷിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന PV പത്മനാഭന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.